റേഞ്ച് ഓഫീസറുടെ DFO സ്ഥലത്ത് വരണം. അവരാനനെ രഹസ്യമായിട്ട് കയറ്റി ഇവിടെ അകറിയാവും. ഇവിടെ ജനസംഖ്യയുള്ള ഏറിയ വാഗ പറയും. വാഗ പറഞ്ഞ DFO നാളെ മാറി ആരും ഉത്തരവാദിക്കും. അവര് നഷ്ടപരിഹാരം അവര് കറക്റ്റ് ആയിട്ട് പറയുന്നില്ല. എത്ര രൂപ അവര് പറയുന്നില്ല. അവര് പറയുന്നത് നമുക്ക് നോക്കാം, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഒരു കാലം രാത്രി ഇറങ്ങാൻ പാടില്ല. ഈ ഭാഗമൊക്കെ വളരെ സുന്ദരമായ ഒരു സ്ഥലമായിരുന്നു. ആനേനെ ഒരിക്കലും ഇടിച്ചു കയറ്റാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾക്ക് അറിയണം, കാരണം ആനേനെ ഇടിച്ചു കയറ്റാൻ പാടില്ല. ഞങ്ങൾ പറഞ്ഞു കേട്ടോ, ആന തന്നെ കയറട്ടെ. ആനയൊക്കെ കമ്പിപ്പാറ താത്തി അവർ ആനനെ കയറ്റാൻ സമ്മതിക്കില്ല. ആ അല്ല, അത് നിങ്ങൾ ഞങ്ങളോട് കാണണ്ടേ? നിങ്ങൾ കാണേണ്ടത് അത് വേണ്ട. ഞങ്ങൾ പറയട്ടെ, കാരണം ഒന്നും ഞങ്ങളെ ചർച്ച വിജയിച്ചിട്ടില്ല. അല്ല അല്ല ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയണ്ടേ? ഞങ്ങൾ ആരോട് പറയും? DFO മുങ്ങി, DFO ചർച്ച സാറാണ് പറയല്ലേ? തീരുമാനാക്കിയിട്ടുണ്ടോ? അല്ല സാധനം എഴുതാൻ വരാൻ പാടില്ലേ? അതെല്ലാം അല്ല, അത് കുഴപ്പമില്ല. അതല്ല, റേഞ്ച് ഓഫീസറുടെ DFO സ്ഥലത്ത് വരണം. അവരാനനെ രഹസ്യമായിട്ട് കയറ്റി ഇവിടെ അകറിയാവും. ഇവിടെ ജനസംഖ്യയുള്ള ഏറിയ ഈ ആന കയറി കഴിഞ്ഞാൽ ഫോണായിട്ട് ഇഷ്ടംപോലെ പണിക്കാരുണ്ട്, അവരെ കൊല്ലും. അപ്പൊ ഈ ചെയ്യുന്നത് തെറ്റാണ്. ആനേനെ മൈക്കോടി വെക്കണം, അതാ വേണ്ടത്. എന്തുകൊണ്ട് മൈക്കോടി വെച്ചുകൂടാ ആനേനെ? ഇത് ന്യായമായ ആവശ്യമല്ലേ? ഈ ആനകൾ എത്ര പേര് ചത്തുപോകും? ഇവിടെ ആൾക്കാർ ചത്തിരിക്കും. ഫോറസ്റ്റുകാര് മഹാലമ്പാണ്. DFO മൈൻഡ് ചെയ്യണില്ല. അവര് വിവരം പറയട്ടെ. ഞങ്ങളെ നാട്ടുകാരെ, ഞങ്ങളെ മൊത്തം, ഞങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരെ മൊത്തം ഇവിടെ നിസ്സാര വിഷയമൊന്നുമല്ല. ഞങ്ങൾ 8 കൊല്ലമായി അനുഭവിക്കുന്നത്. 8 കൊല്ലം DFO രംഗത്ത് എന്റെ അവരെല്ലാം മുങ്ങിയെടുക്കുക നമ്മളെ പൊട്ടന്മാരായി കൊണ്ട്. ചർച്ച വേണം. എന്തുകൊണ്ടാ ചർച്ച? ചർച്ചയിൽ നമ്മൾ ഒരു കാര്യം അവർ അംഗീകരിച്ചിട്ടില്ല. ഒരു കാര്യം അവർ ഇറങ്ങി പോവാണ് ചെയ്ത്. ആന ഇറങ്ങിയാൽ ഞങ്ങൾ ഇറങ്ങി ആനകൾ തടയും. ഞങ്ങളെ കൊന്നാലും വേണ്ടില്ല. ആന ഞങ്ങൾ വിടുന്നില്ല ഈ പ്രാവശ്യം. ആനേനെ മയക്കി പിടിച്ചുകൊണ്ടെങ്കിൽ അത് തർക്കമില്ല. എല്ലാരും വന്ന് പറഞ്ഞു, പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞ കാര്യം. ഞങ്ങളെല്ലാവരും കൂടി ചർച്ച ചെയ്ത ഒരു കാര്യം, 3 ചർച്ച. ഞങ്ങൾ ഇത്രേ പറഞ്ഞോളൂ, എന്തെങ്കിലും നഷ്ടപരിഹാരം ആ ചേട്ടന് കൊടുക്കുക. ന്യായമായ നഷ്ടപരിഹാരം അംഗീകരിക്കില്ല. ആ ഇല്ലെന്നേ വാഗ പറയും. വാഗ പറഞ്ഞ DFO നാളെ മാറി ആരും ഉത്തരവാദിക്കും. കുട്ടമ്പഴ ആനയാടി ഓർക്കണ്ടോ? ഇന്നവർ 5 കേസ് കൊടുത്തിട്ടില്ല. ഇവിടെ ഇവരെ പൊട്ടം കളിച്ച് ഇവരങ്ങ് പോകും. എന്താണ് സംഭവിക്കാൻ പോണത്? ഇല്ല, ഇവിടുന്ന് 3 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടെ മൊത്തം 10,000 വീടുണ്ട്. ഈ ആന ഏതില് പോവും? അപ്പൊ ആനേനെ മയക്കി പിടി വെച്ച് തന്നെ ആനയെ കഴിച്ച് കൊണ്ടുപോകണം വണ്ടിക്കകത്ത്. ഈ ആനേനെ ഇവിടുന്ന് മാറ്റണം. ഞങ്ങൾ പറയുന്നത് ഈ ആനയെ മാറ്റിയിരിക്കണം. താലൂക്കിൽ നിന്ന് വേറെ ഏതെങ്കിലും ഇതര വനത്തിൽ ഈ ആനേനെ വിടണമെന്നാണ് പറയുന്നത്. മറ്റുള്ള ആന സാധാരണ രാത്രി കാലങ്ങളിൽ ഇവിടെ ആനയുടെ വലിയ രൂക്ഷമായിട്ടുള്ള ഒരു പ്രശ്നം ഉള്ള ഏരിയയാണ്. കാരണം ഞങ്ങൾക്ക് ഒരു കാരണവശാലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഒരു കാലം രാത്രി ഇറങ്ങാൻ പാടില്ല. ഈ ഭാഗമൊക്കെ വളരെ സുന്ദരമായ ഒരു സ്ഥലമായിരുന്നു. എത്ര രാത്രിയായാലും നമുക്ക് ചൂട്ട് കത്തിച്ചൊക്കെ പോയിക്കൊണ്ടിരുന്ന സ്ഥലം. പക്ഷെ ഇപ്പൊ 6 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പാടില്ല. അപ്പൊ ഞങ്ങൾ പറയുന്ന ഇതിനെപ്പറ്റി പറയുന്ന ഒരു ആവശ്യം, സാറ് ഫോറസ്റ്റിൽ നിന്ന് നമ്മൾ പറയുന്ന ഓരോ ആവശ്യം, ഈ ആനേനെ ഇവിടുന്ന് മയക്കുപടി വെച്ച് വേറെ ഇതര ഏതെങ്കിലും വനത്തിൽ കൊണ്ടുപോയി ആക്കുക. ഇതിന്റെ ഉടമസ്ഥന് ന്യായമായ തക്കതായ നഷ്ടപരിഹാരം കൊടുക്കുക. ഇന്നലെ രാത്രി 2:30 ഞങ്ങൾ വന്ന 2:30 മുതൽ നിൽക്കണയാ. ഇതുവരെ ബോർസേരെ വന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് പറയാൻ പോണേ. ഒരു ചർച്ചയില്ല. 10 വർഷമായി എന്തൊരു ജനമൊക്കെ ഇതേപോലെ എല്ലാം അനുഭവിക്കുന്ന ആൾക്കാരാണ്. ഒരു തീരുമാനം വേണ്ടേ? അതുകൊണ്ട് ആനേനെ മയക്കി പിടിച്ച കൊണ്ടുപോകണം. ഞങ്ങൾ തടയും. അതോടെ ആരും വിഷയമില്ല. ഞങ്ങൾ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ജീവന സത്യത്തിന് യാതൊരു സംരക്ഷണം ഇവിടെ ഇല്ല. കാരണം ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും ഭയങ്കര ഭീതിയിലാണ്. കാരണം ഈ ആന എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യമുള്ളൊരു ആനയാണ്. ആക്രമിക്കുന്ന ആനയാണ്. 2-3 നേരം ഇവിടെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു രാവിലെ തൊട്ട് ഇവിടെ ചർച്ച നടത്തുന്ന ഒരു തീരുമാനം ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ തീരുമാനം ഉണ്ടാക്കിയിട്ട് മാത്രമേ ഇവിടുന്ന് ഈ ആനനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഈ ആനനെ ഇവിടുന്ന് പിടിച്ചിട്ട് വേറെ അപ്പുറത്തെ സ്ഥലത്ത് കൊണ്ടുനാക്കും. അത് കഴിഞ്ഞാൽ അവിടുന്ന് പിടിച്ച് വേറെ ഇപ്പുറത്തെ സ്ഥലത്ത് കൊണ്ടുനാക്കും. അത് പറ്റൂല. കാരണം ഈ ആനനെ ഇവിടുന്ന് ഉൾപ്രദേശങ്ങളിലേക്ക്, ഉൾവനങ്ങളിലേക്ക് മാറ്റണം എന്നാണ് ഞങ്ങളുടെ ശക്തമായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു നടപടി ഇതിനുണ്ടാവണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് അധികൃതരുമായി എന്തെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ? ചർച്ച നടത്തി, രാവിലെ മുതൽ ചർച്ച നടത്തുന്നതാണ്. പക്ഷെ ആ ചർച്ചയ്ക്ക് യാതൊരു തീരുമാനം ഇതിൽ ഉണ്ടായിട്ടില്ല. ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അവരെന്താ പറയുന്നത്?
അവരെന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞു, അതൊന്നും അവർ ചെയ്യാൻ സാധിക്കില്ല. അവർ പറഞ്ഞത് ഈ ആനനെ ഞങ്ങൾ കയറ്റിക്കൊണ്ട് പൊക്കോളാം എന്നാണ് പറയുന്നത്. അതിൽ ഫണ്ടില്ല എന്നാണ് അവർ പറയുന്നത്. അവർക്ക് ഫണ്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇവരുടെ കുടിവെള്ള സ്രോതസ്സാണിത്. കാരണം ഇവിടെ ഈ പഞ്ചായത്തില് ഇവിടെ 7-8 ദിവസം, ചില ദിവസങ്ങളിൽ 21 ദിവസം കഴിഞ്ഞിട്ട് വെള്ളം വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് ആ സമയത്ത് പോലും നമുക്ക് കുടിവെള്ളം ഇല്ല. ഈ കുടിവെള്ളം ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇവരുടെ കുടിവെള്ള സ്രോതസ് മുട്ടിയിരിക്കുന്നത്. അപ്പൊ അന്നേരം അവർക്ക് കുടിവെള്ളം ഇല്ലാത്ത സാഹചര്യത്തിൽ ഇവർ ചെയ്തു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം കടമയാണ്. പക്ഷെ അത് അവർ ചെയ്തു കൊടുക്കാൻ തയ്യാറാവുന്നില്ല. പക്ഷെ ഇതിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണം. ഉണ്ടായാൽ മാത്രമേ അതിന് ജനങ്ങൾ അല്ലെങ്കിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. എന്റെ ഒരു ഷിജി ചന്ദ്രൻ, ഞാൻ 2ാം വാർഡ് മെമ്പറാണ്. എന്റെ ഈ പറഞ്ഞ കല്ലുമല പ്രദേശം ഏകദേശം 4 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വാർഡാണ്. ആ വാർഡ് ശരിക്കും പറഞ്ഞ ഒരു വനപ്രദേശം കൂടിയല്ല. എന്നിട്ട് കൂടെ ജനവാസ മേഖലയാണ്. അവിടെയുള്ള ആളുകൾ മൊത്തം കർഷകരാണ്. അവർ ഈ കൃഷി ചെയ്താണ് ജീവിക്കുന്നത്. പക്ഷെ അവർക്ക് ഇപ്പൊ ഒരു നിവൃത്തിയില്ല. ജീവിതം മുന്നോട്ടേക്ക് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാൻ പാടാത്ത സാഹചര്യത്തിലാണ്. കാരണം അവര് നഷ്ടപരിഹാരം അവര് കറക്റ്റായിട്ട് പറയുന്നില്ല. എത്ര രൂപ എന്ന് അവര് പറയുന്നില്ല. അവര് പറയുന്നത് നമുക്ക് നോക്കാം, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇവര് ഹൈക്കോടതി കൊടുത്തേക്കുന്ന സത്യവാങ്മൂലം എന്ന് പറഞ്ഞാൽ 10 വർഷമായിട്ട് ഇവിടെ ആന കയറുന്നില്ല എന്നാണ്. ഇന്ന് കോടതിയിൽ അതിന്റെ സ്റ്റിയറിംഗ് നടക്കുന്ന ഒരു ദിവസമാണ്. ഹൈക്കോടതിയിൽ ഉച്ച കഴിഞ്ഞ് നടക്കുന്നത് പൗരസമിതി കൊടുത്തിരിക്കുന്ന ഒരു പെറ്റീഷനിൽ ഫോറസ്റ്റുകാർ കൊടുത്തിരിക്കുന്നതാണ് സത്യവാങ്മൂലം. 10 വർഷമായിട്ട് ഇവിടെ ആന കയറുന്നില്ല എന്നൊരു റിപ്പോർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ 9,000-ലധികം ഫോറസ്റ്റുകാർക്ക് ഇവിടെ നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം കൊടുത്ത് ഇവിടെ തീറ്റി പോറ്റുന്ന ഈ ആനയെ കാട്ടിലിട്ട് അവർ വളക്കട്ടെന്നേ. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങരുത്. ഞാൻ ഇറങ്ങിയാൽ ആളുകൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകാൻ ഫോറസ്റ്റുകാർ തയ്യാറാകണം. ഫണ്ടില്ലെന്നാണ് പറയുന്നത്. ഇത് അംഗീകരിക്കാൻ പറ്റുകയില്ല. ഇന്നൊരു തീരുമാനം ഉണ്ടായ എങ്ങനെ അങ്ങനെ ഒരിക്കലും സമ്മതിക്കില്ല. അങ്ങനെ ഇവിടെ പ്രതിഷേധിക്കാൻ തന്നെ തീരുമാനം. വാക്കാലെ പറഞ്ഞിട്ട് പോവല്ലാണ്ട് യാതൊരു തീരുമാനം ഇന്ന് അവർ ഉണ്ടാവുന്നില്ല. ഒരു തീരുമാനം ഇവിടെ ഉണ്ടാവണില്ല. അപ്പൊ അതിന് തീരുമാനം എന്തായാലും ഉണ്ടാവണം.